സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. കേന്ദ്ര സർക്കാർ നയങ്ങൾ ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി തകർക്കുന്നെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റി ചെറുതുരുത്തി സെൻട്രൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ 7.5 കോടി വിദ്യാർത്ഥികളെ അവരുടെ ജീവിതത്തെ പന്താടിക്കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സർക്കാരായി ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന RSSന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി മാത്രം രാജ്യം ഭരിക്കുന്ന മോദിയുടെ ശിഷ്യൻ ധർമ്മേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കേണ്ട വിദ്യാർത്ഥികളെ അവരുടെ ജീവിതത്തെ മുഴുവൻ ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു പോകുന്ന വർഷങ്ങളാണ് നമ്മൾ കാണുന്നത്. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് CA അർഷദ് അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ ഈ പരീക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടു ഈ രാജ്യത്ത് വിദ്യാർത്ഥികളുടെ നിരന്തരമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജന്തർ മന്ദറിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ, ആ പരിപാടികൾ അടിച്ചമർത്തുന്ന നിലയിലേക്ക് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനം മാറിയപ്പോൾ ഈ രാജ്യത്തൊന്നാകെയുള്ള ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ, പൊതുസമൂഹം എല്ലാവരും ഈ വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സമരം നടത്തിയതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്കായി തിരിതെളിച്ച് അനുശോചനം രേഖപ്പെടുത്തി. ധർണയ്ക്ക് ശേഷം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ കോലം കത്തിച്ചു. നേതാക്കളായ MA മുഹമ്മദ് ഇക്ബാൽ, K മോഹൻദാസ്, ഹരിദാസ് കണ്ണൻ, റാഷിഖ് റഹ്മാൻ, KS ഉനൈസ്, അസീസ്, TB ഷെഫീഖ് ബാവ, NT വിപിൻ, നികേഷ് ചേലക്കര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.